ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു നാമം, ഈ ഒരു വാക്ക് അല്ലെ ഈ ഒരു നാമം ഉച്ചരിച്ചാൽ ഇത് ശരിയായിട്ട് ഉച്ചരിച്ചവരെല്ലാം അതിസമ്പന്നന്മാരായിട്ടുണ്ട്. വലിയ സമ്പന്നന്മാർ, ലക്ഷാധിപന്മാരും കോടീശ്വരന്മാരുമായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു നാമത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് എങ്ങനെ ഉച്ചരിക്കണമെന്നുള്ളതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഇത് ഈ മാർവാടികൾ ഒക്കെ ഈ ഒരു മന്ത്രം ധാരാളം ഉപയോഗിക്കുന്നതാണ്. അവർക്ക് അതുപോലെ ധനം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ തിരുപ്പതിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പലരും ഇങ്ങനെ ഉച്ചരിക്കുന്നതൊക്കെ ഈ മന്ത്രം. അങ്ങനെയുള്ള ഒരു നാമത്തെക്കുറിച്ചാണ്, ഒരു വരിയേ ഉള്ളൂ, ഒരു വാക്ക്, ആ മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ഉച്ചരിച്ചാൽ മതി. അത് ശരിയായിട്ട് എങ്ങനെ ഉച്ചരിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് കേട്ടിട്ട് ഉച്ചരിക്കുക. സാമ്പത്തികം വരും. ഒരുപാട് അനുഭവമുണ്ട്. ചെയ്തവർക്കൊക്കെ ഭഗവാൻ നല്ല രീതിയിൽ സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഇത് നിങ്ങൾ കാണുന്നെങ്കിൽ, നിങ്ങൾക്കിത് കിട്ടുന്നെങ്കിൽ, ഈ അറിവ് കിട്ടുന്നെങ്കിൽ നിങ്ങൾ ആ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരാണ്. അതുകൊണ്ടാണ്. അല്ലാതെ എൻ്റെ കഴിവുകൊണ്ടോ നിങ്ങളുടെ കഴിവുകൊണ്ടോ ഒന്നുമല്ല. നിങ്ങൾക്ക് സമയമായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പന്നരാകാൻ സമയമായി. പിന്നെ നിങ്ങളുടെ പ്രവൃത്തിയുടെയും നിങ്ങളുടെ പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമാണ് ഈ അറിവ്. ഈ അറിവ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്പന്നരാകാൻ സമയമായി. അത്ര തന്നെ. അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഞാനത് എങ്ങനെയാണ് ആ ഒരു മന്ത്രം ഒരു വരിയേ ഉള്ളൂ. അത് എങ്ങനെ ജപിക്കണം, അതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്താണ്, അത് എപ്പോഴൊക്കെ ജപിക്കണം, എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ഇത് മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും, ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അതൊക്കെ ഒരു തവണ ചെയ്തുകൊണ്ടോ ഒന്നും ഒരു ഫലം ഉണ്ടാകാൻ പോകുന്നില്ല. സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. വിശ്വാസത്തോടെ, അവിടെ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോടു കൂടി ചെയ്യണം. ഇത് നമ്മൾ പ്രയത്നിക്കണം. അങ്ങനെ ഉള്ളവർ ചെയ്താൽ മതിയെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവർ ചെയ്യണ്ട. എല്ലാം നല്ല കാര്യങ്ങളിൽ ലളിതമായ കാര്യങ്ങളെ പറയത്തുള്ളൂ. പിന്നെ നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. കാരണം ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും. ഇന്നല്ലാതെ പ്രാണായാമം, ശിവയോഗ, അങ്ങനെ പല കാര്യങ്ങൾ എനിക്കുണ്ട്. അതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും. അതുകൊണ്ട് വാട്സപ്പിൽ കൂടെയാണ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇന്ന് എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. കാരണം പറ്റുന്നവർക്ക് ഫ്രീ ആകുന്നതനുസരിച്ചേ പറ്റത്തുള്ളൂ റിപ്ലൈ തരാൻ. ഇതാണ് സാഹചര്യം. ഇനി വീഡിയോയിലേക്ക് വരികയാണ്. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും. ഓരോ വീഡിയോയും പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുമല്ലോ. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഇത് പറയുന്നത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കും. ഇവിടെ ആ രഹസ്യം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളിത് ചെയ്ത് നോക്കിക്കൂ. നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും. ശരിയായിട്ട് ചെയ്താൽ യാതൊരു സംശയം വേണ്ട. അനുഭവമുണ്ട് ഒരുപാട്. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ആരും ചെയ്ത് നോക്കി വിശ്വാസമായിട്ട്. ഒരു തവണ ചെയ്തുകൊണ്ടെന്നല്ല, ഇത് നിങ്ങൾ നിത്യവും ഒരു ദിവസം തന്നെ പല തവണ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾ ശരിയായിട്ട് വിശ്വാസത്തോടെ ചെയ്താൽ സാമ്പത്തികം വരും. ഒരുപാട് അനുഭവമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ സാമ്പത്തികം ഉണ്ടാകാൻ സമയമായതുകൊണ്ടാണ് ഈ വീഡിയോ കാണുന്നതും ഈ കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. അത് ഈശ്വരനോട് നന്ദി പറയുക. ഇനിയും ഞാൻ ആ വരി പറഞ്ഞു തരാം. മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. അത് അപ്പോൾ എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, പിന്നെ അതിൻ്റെ പുറകിലുള്ള ഒരു രഹസ്യം എല്ലാം കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. കേട്ടോ, മുഴുവൻ മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ. ഗോവിന്ദ ഗോവിന്ദ 2 തവണ ജപിക്കണം വാ കൊണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും, ഈ ഗോവിന്ദ ഗോവിന്ദ എന്ന് ലഭിച്ചാൽ പണം വരുമോ? വരും. വിശ്വാസത്തോടെ ജപിച്ചാൽ അനുഭവമാണ്. നിങ്ങളിപ്പം ഈ തിരുപ്പതി പോയവർക്കൊക്കെ അറിയാം. അവിടെ ആളുകൾ പലരും ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന കാണാം. അവരൊക്കെ വലിയ സമ്പന്നരാണ്. ഇത് മാർവാടികൾ, വളരെ കോടീശ്വരന്മാരായ പല വ്യക്തികളും ചെയ്യുന്ന ഒരു കാര്യമാണ്. സമ്പത്തുണ്ടായ ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്കിതറിയാൻ വയ്യാത്തത് നമ്മുടെ കുഴപ്പം, അത്രയേ ഉള്ളൂ. അത്ഭുതമായ ഒരു കാര്യമാണ് ഗോവിന്ദ ഗോവിന്ദ. ഇത് എപ്പോഴാണ് വിളിക്കേണ്ടത്, എങ്ങനെയാണ് വിളിക്കേണ്ടത്, ഇതിന് പുറകിലുള്ള രഹസ്യം എന്താണ്, ഇത് ജപിക്കുമ്പോൾ എങ്ങനെയാണ് ഫലം കിട്ടുന്നത്, അതൊക്കെ അറിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. അതായത് ഗോവിന്ദ ഗോവിന്ദ വാ കൊണ്ട് ഉച്ചരിക്കണം 2 തവണ. ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 2 തവണ പറയുന്നതിനാണ് ഒരു പ്രാവശ്യം എന്ന് പറയുന്നത്. വാ കൊണ്ട് തന്നെ ഉച്ചരിക്കുക, കണ്ണ് തുറന്നുകൊണ്ട്. ഇത് രാവിലെ നിങ്ങൾ ഉണർന്ന ഉടനെ കിടക്കപ്പായിരുന്നു കൊണ്ട് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് ഗോവിന്ദ ഗോവിന്ദ എന്ന് ഉച്ചരിക്കുക. കിടക്കപ്പായിരുന്നുകൊണ്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ഗോവിന്ദ ഗോവിന്ദ എന്ന് ഉച്ചരിക്കുക. നിങ്ങൾ കിടക്കപ്പായെന്ന് വലതുകാലം വെച്ച് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ചൊല്ലുന്ന മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ്
അവസാനം ഗോവിന്ദ ഗോവിന്ദ എന്ന് ഉച്ചരിക്കുക. കുളി കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ഗോവിന്ദ ഗോവിന്ദ എന്ന് ഉച്ചരിക്കുക. വിളക്കിൻ്റെ മുന്നിൽ നിന്ന് തൊഴുമ്പോൾ ഗോവിന്ദ ഗോവിന്ദ എന്ന് ഉച്ചരിച്ച് തൊട്ട് തൊഴണം. കർപ്പൂരം തൊട്ട് തൊഴുമ്പോൾ ഗോവിന്ദ ഗോവിന്ദ എന്ന് ഉച്ചരിച്ച് തൊട്ട് തൊഴണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഗോവിന്ദ ഗോവിന്ദ എന്ന് ജപിച്ചുകൊണ്ട് നമ്മൾ ആ ഓഫീസിലേക്ക്, ആ മുറിയിലേക്ക് പ്രവേശിക്കണം. നമ്മളുടെ തൊഴിൽ തുടങ്ങുന്നതിന് മുമ്പ് ഗോവിന്ദ ഗോവിന്ദ എന്ന് ജപിക്കുക. നമ്മൾ പണം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ഒക്കെ ഗോവിന്ദ ഗോവിന്ദ എന്നൊന്ന് നമുക്ക് ജപിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. ഇനി അങ്ങനെ പണം കൊടുക്കുമ്പോഴും മേടിക്കുമ്പോഴും ജപിക്കാൻ സാധിച്ചില്ലേ പോലും ഞാനീ പറയുന്ന രീതിയിൽ മറ്റു സമയങ്ങളിൽ എപ്പോഴും ജപിച്ചാൽ മതി. നമ്മുടെ ജോലി ചെയ്യുന്ന റൂമിലേക്ക് കയറുമ്പോഴും ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ചുകൊണ്ട് കയറുക. നമ്മൾ തൊഴിൽ തുടങ്ങുന്നതിന് മുമ്പും ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിക്കുക. പിന്നെ ഇതുപോലൊരു നീല പ്രതിമ കൃഷ്ണൻ്റെ മേടിക്കണം. ക്ലേ കൊണ്ട് തീർത്ത നീല പ്രതിമ കണ്ടോ, ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഈ ശിവഭഗവാൻ ഇപ്പുറത്ത് നീല പ്രതിമ. നീലയായിരിക്കണം. ഇതിൻ്റെ ആഭരണങ്ങളൊക്കെ മഞ്ഞയായിരിക്കണം. പ്രതിമ നീലയായിരിക്കണം. ഈ ഓട് കൊണ്ടുള്ളതൊന്നും മേടിക്കരുത്. ക്ലേ കൊണ്ടുള്ള നമ്മൾ റോഡ് സൈഡിലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് കാണാമല്ലോ. അതിൻ്റെ മുന്നിൽ നിന്നും ഗോവിന്ദ ഗോവിന്ദ എന്ന് മാത്രം ജപിക്കുക. പെട്ടെന്ന് ഫലം ഉണ്ടാവും. ജീവിതത്തിൽ അപാരം നിങ്ങൾക്ക് ധനം വരും. ശരിയായ വിശ്വാസത്തോടെ ചെയ്താൽ. ഞാൻ അനുഭവം ഉള്ളതുകൊണ്ടായി പറയുന്നത്. നിങ്ങൾ ചെയ്യുന്നു, അത് ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും മാറ്റം വരുമെന്നല്ല, നിത്യവും നിങ്ങൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആഹാരം കഴിക്കുന്നതിന് മുമ്പ്, വെള്ളം കുടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിൽ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് അവസാനം ഗോവിന്ദ ഗോവിന്ദ എന്നൊന്ന് ഉച്ചരിക്കുക. വാഗൊണ്ട ഉച്ചരിക്കേണ്ട, മനസ്സിലല്ല കേട്ടോ. പിന്നെ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഗോവിന്ദ ഗോവിന്ദ എന്ന് ഉച്ചരിച്ചിട്ട് കിടക്കുക. ഇങ്ങനെ ഈ പറഞ്ഞ രീതികളിൽ നിങ്ങൾ ഗോവിന്ദ ഗോവിന്ദ എന്ന് ഉച്ചരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ സാമ്പത്തികം വരും, ഒരു സംശയം വേണ്ട. ഒരു ദിവസം ഉച്ചരിച്ചുകൊണ്ട് മാറ്റം വരുമെന്നല്ല പറഞ്ഞത്, ഇത് ദിവസവും ചെയ്യണം. അപ്പോൾ നമ്മളുടെ ആ പ്രാർത്ഥനയും വിശ്വാസവും പോലെ നമുക്ക് ഫലങ്ങൾ വന്നു തുടങ്ങും. ഉറപ്പായിട്ട് സാമ്പത്തികം വളരെ വരുന്ന ഒരു കാര്യമാണ്. ഇതറിയാവുന്നവർക്കറിയാം. ഈ രഹസ്യം പല കോടീശ്വരന്മാർക്കും അറിയാം. മാർവാടികൾ, സമ്പന്നന്മാരായിട്ടുള്ള അവരൊക്കെ പ്രയോജനപ്പെടുത്തുന്ന ഒരു രഹസ്യമായി ഗോവിന്ദ ഗോവിന്ദ എന്നുള്ള മന്ത്രം. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്താണ്? അതായത് ഞാൻ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് ആരും പാഞ്ചാലിയെ സഹായിക്കാനില്ലായിരുന്നപ്പോൾ വലിയ ബലവാന്മാരും ശ്രേഷ്ഠന്മാരുമായിട്ടുള്ളവരൊക്കെ ആ വേദിയിലുണ്ട്. പക്ഷെ ആർക്കും പാഞ്ചാലിയെ സഹായിക്കാൻ സാധിച്ചില്ല. അപ്പോൾ പാഞ്ചാലി ജപിച്ച മന്ത്രമാണ് ഗോവിന്ദ ഗോവിന്ദ എന്ന്. തൽക്ഷണം ഓൺ ദ സ്പോട്ടിൽ അറ്റ് ദ ടൈം പാഞ്ചാലിക്ക് ഭഗവാൻ അനുഗ്രഹം കൊടുത്തു. അതായത് ഗോവിന്ദ ഗോവിന്ദ എന്ന് ജപിക്കുന്നവർക്ക് ഭഗവാൻ പെട്ടെന്ന് തന്നെ അനുഗ്രഹം കൊടുക്കുമെന്നുള്ളതാണ്. അവരുടെ എല്ലാ ദുരിതങ്ങളും മാറ്റും. ഏത് കഷ്ടത്തിൽ നിന്നും അവരെ രക്ഷിക്കും. ഏത് ആപത്തിൽ നിന്നും രക്ഷിക്കും. സമ്പത്ത് ധാരാളം നൽകും. നിങ്ങൾ തിരുപ്പതി പോകുന്നവർക്കറിയാം, അവിടെ ആളുകൾ ഇങ്ങനെ ഗോവിന്ദ ഗോവിന്ദ എന്നൊക്കെ പലരും ജപിക്കുന്ന കാണും. അവർക്കൊക്കെ സമ്പന്നന്മാരാണ്, അവരൊക്കെ അതിസമ്പന്നന്മാരാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ രഹസ്യം ആണ് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും കൊണ്ടാണ് നമുക്ക് ഒരു വേണ്ട രീതി ഉയർച്ച ഉണ്ടാകാത്തത്. എന്നാൽ സമ്പന്നർ ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്താൽ നമുക്കും അതുപോലെ സമ്പത്തുണ്ടാകും. അപ്പോൾ അത് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് സമ്പത്തിന് വേണ്ടി. അത് ചെയ്യുമ്പോഴാണ് ജീവിതത്തിലേക്ക് സമ്പത്ത് വരത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികം വേണം. നമുക്ക് ധനമില്ലാതെ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം ജീവിച്ചിരിക്കാൻ പറ്റത്തില്ലെന്നല്ല, നമുക്ക് മാന്യമായിട്ട് ജീവിക്കണമെങ്കിൽ സാമ്പത്തികം വേണം. ബാക്കി എത്ര തത്വങ്ങൾ പറഞ്ഞാലും അതൊന്നും സാമ്പത്തികത്തിന് പകരമാകത്തില്ല. ഒരു കുടുംബം ഉണ്ടെങ്കിൽ, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ, മാന്യമായിട്ട് ജീവിക്കണമെങ്കിൽ ഒക്കെ ധനം വേണം. ഒന്നും വേണ്ട, ഒരു ആശുപത്രിയിൽ പോയാൽ തന്നെ നമുക്കൊരു നല്ല ചികിത്സ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരാളെ സഹായിക്കണമെങ്കിൽ എല്ലാത്തിനും പണം വേണം. അല്ലാതെ പണത്തിന് പകരം തത്വം പറഞ്ഞാലോ ഒരു രക്ഷയില്ല. അപ്പോൾ പണം ഉണ്ടാകേണ്ട, പണം ദൈവികമാണ്, അങ്ങനെ മനസ്സിലാക്കുക. ആ ദൈവികമായതുകൊണ്ടാണ് നമുക്കത് നമ്മളുടെ ക്ലേശങ്ങൾ പരിഹരിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ ഉപകരിക്കുന്ന പണം ദൈവികമായതുകൊണ്ട് തന്നെയാണ് പണത്തെ അങ്ങനെ കാണുന്നത്. അപ്പോൾ നമ്മളിലേക്ക് വീണ്ടും പണം വന്നു തുടങ്ങും. അപ്പം ഈ ഗോവിന്ദ ഗോവിന്ദ എന്നുള്ള മന്ത്രത്തിൻ്റെ മറ്റൊരു രഹസ്യം പറഞ്ഞുതരാം. ഈ ഗോവിന്ദ എന്ന് ഉച്ചരിക്കുമ്പോൾ ഗോവിന്ദ ആ എന്ന സ്വരത്തിലാണ് അവസാനിക്കുന്നത്. ഗോവിന്ദ എന്ന അവസാനം ഗോവിന്ദ ആയിലാണ് അവസാനിക്കുന്നത്. ആ എന്ന സ്വരത്തിലാണ്. ഈ ആ എന്ന സ്വരത്തിൽ അവസാനിക്കുമ്പോൾ ഇത്
നമ്മളുടെ ഉള്ളിലെ ആ ഒരു ഊർജത്തെ, ആ ഈശ്വരബോധത്തെ സഹസ്രാരം ഭേദിച്ച് പ്രപഞ്ചബോധവുമായിട്ട് കണക്ട് ചെയ്യാൻ ഈ ആ എന്ന സ്വരത്തിൽ അവസാനിക്കുന്ന ആ മന്ത്രത്തിന് ശക്തിയുണ്ട്. ഗോവിന്ദ. നമ്മുടെ ഉള്ളിൽ നിന്നൊരു ഒരു എനർജി പ്രപഞ്ചമായിട്ട് സഹസ്രാരം വഴി കണക്ട് ചെയ്യും. ആ എന്നുള്ള ഒരു സ്വരത്തിന് ഈ സഹസ്രാരത്തെ ഭേദിച്ചെന്ന് പറഞ്ഞാൽ കുണ്ടലിനി വഴി ഭേദിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, അല്ലാതെ നമ്മളുടെ ആ ബോധതലത്തിൽ ആ ഒരു പ്രപഞ്ചബോധമായിട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ ഈ ഗോവിന്ദ എന്ന് ജപിക്കുമ്പോൾ ആ എന്നുള്ള ആ ഒരു സ്വരത്തിന് സാധിക്കും. അപ്പം നമ്മൾ ഗോവിന്ദ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആ ജപിക്കേണ്ട, അതിൻ്റെ അകത്തുണ്ട് ആ അവസാനം ഗോവിന്ദ, അതിൻ്റെ അകത്ത് ആ ഉണ്ട്, അവസാനം ആയിൽ അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗോവിന്ദ എന്ന് ജപിച്ചാൽ മതി, അല്ല നമ്മൾ പ്രത്യേകിച്ച് ആ ജപിക്കേണ്ട. ഗോവിന്ദ ഗോവിന്ദ എന്നാൽ ആ ഗോവിന്ദ എന്ന് അവസാനിക്കുന്നതിനകത്ത് ആ എന്നുള്ള സ്വരം ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രധാന രഹസ്യം. പിന്നെ ഗോവിന്ദ എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഏറ്റവും ഇഷ്ടമാണ് ഭഗവാനെ അങ്ങനെ വിളിക്കുന്നത്. ഭഗവാനെ എന്ത് സാധിച്ചു കൊടുക്കുക, അവരെ സമ്പത്തുണ്ടാക്കുകയും ചെയ്യും. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. കാരണം ഞാനിന്ന് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോഴെല്ലാം ഗോവിന്ദ എന്ന് വിളിച്ചുകൊണ്ടാണ് കയറി വന്നത്. എനിക്ക് ഒരാൾ ഒരു ഇച്ചിരി പൈസ തരാനുണ്ടായിരുന്നപ്പോൾ തന്നു. അതുകൊണ്ടൊക്കെ എനിക്കല്ലാതെ എനിക്കിത് പല ആളുകൾക്കും ചെയ്ത് അവർക്കും അനുഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര അനുഭവത്തിൽ നിന്ന് പറയുന്നതുകൊണ്ടാണ് ഇത്ര ഹൃദയത്തിൽ നിന്ന്. നിങ്ങൾക്കറിയാമല്ലോ, ആ പറയുമ്പോൾ ആ ഫീല് വരുന്നതിൻ്റെ കാര്യം അതാണ്. സത്യസന്ധമായിട്ട് ഈ പറയുന്നത് ആ അനുഭവത്തിൽ നിന്ന് പറയുന്നതിനകത്തൊരു സത്യസന്ധതയുണ്ട്. അല്ലാതെ പറയുന്നത് വേറെ, രണ്ടും രണ്ടാണ്. വീഡിയോയ്ക്ക് വേണ്ടി ചുമ്മാ വീഡിയോ ചെയ്യുന്ന പോലെ അത് ചെയ്യാം, അത് അങ്ങനെ ഇന്നുവരെ ചെയ്തിട്ടില്ല. എനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ, ഞാൻ പറഞ്ഞു കൊടുത്ത ആളുകൾക്ക് അനുഭവം ഉണ്ടായ കാര്യങ്ങൾ, അതേ ഞാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സംതൃപ്തിയുണ്ട്. ഈശ്വര, ഞാൻ പറഞ്ഞു കൊടുത്തത് സത്യസന്ധമായ കാര്യമാണ്, നന്മയുള്ള കാര്യമാണ്, ആ ഒരു സന്തോഷം എനിക്കുണ്ട്. അത് ഈശ്വരനാണ്. അതുള്ളിടത്തോളം കാലമേ ഞാൻ വീഡിയോ ചെയ്യത്തുള്ളൂ, അല്ലാതെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒരു വിഷയം ചെയ്യത്തില്ല. സത്യസന്ധമായ, എനിക്ക് അനുഭവമുള്ള, ഞാൻ പറഞ്ഞു കൊടുത്ത ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വന്ന നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഈ ഗോവിന്ദ ഗോവിന്ദ. നിങ്ങൾ ചെയ്തു, നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. പിന്നെ അത് നിങ്ങൾ എത്രമാത്രം ഭക്തിയോടെ വിശ്വാസത്തോടെ ചെയ്യുന്നു എന്നതുകൂടി ആശ്രയിച്ചിരിക്കും. പക്ഷെ നിത്യേന നിങ്ങൾ ചെയ്തു, ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നല്ലേ നാളെ ഭഗവാൻ വലിയ സമ്പത്ത് നൽകും, യാതൊരു സംശയം വേണ്ട. എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്ന ഏറ്റവും വലിയ കാര്യമാണിത്. നിങ്ങൾ ഏത് ആപത്തിൽ നിന്നും ഭഗവാൻ രക്ഷിക്കും, നിങ്ങൾക്ക് വലിയ ഐശ്വര്യങ്ങൾ ഭഗവാൻ തരും. എന്ന് വെച്ചാൽ ഇന്ന് ചൊല്ലിയാൽ നാളെ കിട്ടുമെന്നല്ല പറഞ്ഞത്. നിങ്ങളിൽ അത് ദിവസവും ആവർത്തിച്ച് കഴിയുമ്പോൾ ഭഗവാന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു സമയം വരും. അന്ന് അതോടുകൂടി നിങ്ങളുടെ കഷ്ടകാലം മാറും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിന്നെ ധനം ഒഴുകും, സമ്പത്ത് ഒഴുകും, ഐശ്വര്യം ഒഴുകും. ഭഗവാൻ കൃഷ്ണൻ ഒരു കാര്യം തന്നാൽ ഒരിക്കലും അത് അവസാനിക്കത്തില്ല, അത് എന്നും വർദ്ധിച്ചു വരും. അതാണ് അതിൻ്റെ ഒരു രഹസ്യം. തന്നതാണ്. പിന്നെ ചിലപ്പോൾ ചെറിയ പരീക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. നമ്മൾ അവിടെ ഒന്നും പതറരുത്. ചിലപ്പോൾ ഭഗവാൻ പരീക്ഷിക്കാം. കൃഷ്ണൻ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ അവിടെ ആ പരീക്ഷണത്തെയൊക്കെ ഭഗവാനുള്ള ഭക്തി കൊണ്ട് അതിജീവിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ നമുക്ക് വലിയ ഐശ്വര്യങ്ങൾ ഭഗവാൻ തരും. തന്നതാണ്. അപ്പോൾ ചിലർക്ക് പെട്ടെന്ന് ഫലം കിട്ടും, ചിലർക്ക് ചിലപ്പോൾ താമസിച്ചായിരിക്കും. പക്ഷെ നമ്മൾ ഭഗവാന്റെ ആ പരീക്ഷണത്തെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകണം. ഗോവിന്ദ ഗോവിന്ദ നമ്മൾ ഭക്തിയോടെ വിളിക്കുക, അപാരമായ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്ന ഏറ്റവും വലിയ കാര്യമെന്നാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മാറ്റം വരുത്തുന്ന ഒരു കാര്യമായിരിക്കും. അതുപോലെ എനിക്ക് സന്തോഷമുണ്ട് ഇത് പറഞ്ഞു തരാൻ. കാരണം അത് ശരിയായിട്ട് ചെയ്യുന്നവർക്ക് മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത്ഭുതമായ ഒരു കാര്യമാണ്. ഗോവിന്ദ ഗോവിന്ദ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കില്ലാത്ത കാര്യമാണ്. നിങ്ങൾ കേൾക്കാവുന്ന ശബ്ദത്തിൽ വാ കൊണ്ട് ജപിച്ചാൽ മതി. ഒരുപാട് ഒച്ചയൊന്നും വേണ്ട. നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ മനസ്സിൽ ജപിക്കരുത്, വാ കൊണ്ട് തന്നെ ജപിക്കണം. ഗോവിന്ദ ഗോവിന്ദ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എല്ലാവർക്കും അത് പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പലരും വാട്സപ്പിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കല്യാണക്കാര്യത്തിൻ്റെ. പലരും ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ്. കല്യാണം നടക്കാൻ വേണ്ടി ചെയ്യാൻ ചില കാര്യങ്ങൾ അനുഭവത്തിലുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു കൊടുത്ത് ആളുകൾക്ക് കാര്യങ്ങൾ നടന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച കുങ്കുമാർച്ചനയ്ക്ക് രസീത് എടുക്കണം. സ്വയംവര മന്ത്രാർച്ചനയ്ക്ക് രസീത് എടുക്കണം. 2 രസീത് ഒന്നിച്ച് പഠിച്ച് ഭദ്രകാളി അമ്മയോട് വിവാഹക്കാര്യം പറഞ്ഞ് നടക്കി വെക്കുക. ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. ഇത് വീട്ടിൽ നിന്ന് ഒരാൾ പോയി ചെയ്താലും മതി, അത് നല്ലതാണ്. പക്ഷേ ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. പിന്നെ നിങ്ങളുടെ വിശ്വാസങ്ങൾ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പരിശ്രമിക്കുകയും കൂടെ വേണം. രണ്ടാമത്തെ കാര്യം, നന്നായിട്ട് പഴുത്ത ഒരു കദളിക്കുല. അത് പച്ചമരുന്ന് കടയിൽ നിന്ന് ഇപ്പം നമ്മൾ വ്യാഴാഴ്ച വെളുപ്പിനെയാണ് കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ നടയിൽ വെളുപ്പിനെ വെക്കണം അടുത്തുള്ള ക്ഷേത്രത്തിൽ.
ബുധനാഴ്ച പച്ചമരുന്ന് കടയിൽ നിന്ന് മേടിക്കണം. നന്നായിട്ട് പഴുത്തതായിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്നതിൽ നല്ലതായിരിക്കണം. ആരും അത് ഇരിഞ്ഞെടുത്തൊന്നും ആകരുത്. അതുപോലെ പച്ചയാകരുത്. ഏറ്റവും നമ്മൾ ഉപയോഗിക്കുന്നതിൽ നല്ലതായിരിക്കണം ഭഗവാന് കൊടുക്കുന്നത്. നന്നായിട്ട് പഴുത്ത അങ്ങനെ കദളിക്കുല മേടിച്ച് വ്യാഴാഴ്ച വെളുപ്പിനെ ഭഗവാന്റെ നടയിൽ വെച്ച് പ്രാർത്ഥിക്കുക. കല്യാണക്കാർ മാത്രം. പിന്നെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഇത് 3 മാസത്തിലൊരിക്കൽ ആവർത്തിക്കുക. ആവശ്യം പോലെ ചെയ്യുക. ഇതെല്ലാം കൂടെ ഒരാൾ ചെയ്യണമെന്നല്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെയ്യുക. പിന്നെ മുരുകന് ചൊവ്വാഴ്ച 6 കദളിപ്പഴം പഴുത്തതായിരിക്കണം. ഓം ശരവണ ഭവായ നമ ജപിച്ച് 6 വലത്ത് വെച്ച് നടക്കി വെച്ച് കഴിഞ്ഞ് പിന്നെ അതേക്കുറിച്ച് ഉടനെ ചിന്തിക്കരുത്. കല്യാണക്കാരെ മാത്രമേ പറയാവുള്ളൂ. സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ഈ കാര്യങ്ങൾ നടക്കാനൊക്കെ ഒരുപാട് അനുഭവമുള്ള കാര്യമാണ്. നിങ്ങൾ ആവശ്യമുള്ളവർ ചെയ്യുക. പിന്നെ അതോടൊപ്പം പരിശ്രമിക്കണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പുരുഷനാണേലും സ്ത്രീക്കാണേലും പെൺകുട്ടികൾക്കാണേലും ആൺകുട്ടികൾക്കാണേലും പ്രത്യേക നിലപാടുകളും ഒക്കെ ഉണ്ട്. പഴയ കാലം പോലൊന്നുമില്ല. വിദ്യാഭ്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ജോലി കാണും. അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്, നിലപാടുകളുണ്ട്. അതുകൊണ്ടൊക്കെയാണ് കല്യാണങ്ങൾ പലർക്കും താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കാൻ കൂടെ വേണം. പിന്നെ നല്ല രീതിയിൽ ഒരു കല്യാണം നടക്കാൻ ഇത്തരം പരിഹാരങ്ങൾ നല്ലതാണ്. പിന്നെ നമ്മളോട് ആലോചിച്ച് അന്വേഷിച്ച് വേണം വിവാഹം വന്നു കഴിയുമ്പോൾ അവരെക്കുറിച്ച് അന്വേഷിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ചെറുക്കൻ വീട്ടുകാരോടോ പെണ്ണും വീട്ടുകാരോടോ ഡയറക്റ്റ് പോയി ചോദിക്കുക അല്ല, മറ്റുള്ളവരോട് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ടൊക്കെ നടത്തണം. ഇപ്പോഴത്തെ കാലം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഒരു ജോലി ആവശ്യമാണ് ഇന്നത്തെ കാലത്ത്. അതുകൂടെ ജോലിയും കൂടെ സമ്പാദിക്കാൻ ശ്രമിക്കണം. കാരണം എപ്പോഴും ഒരു ആവശ്യമാണ്. ഒരു വിവാഹ ജീവിതത്തിൽ ഒരു തട്ടുകേട് പറ്റിയാലും സ്വന്തം കാര്യം നിലനിൽക്കാനും ഒക്കെ ജോലി ആവശ്യമാണ്. ഇനിയും ഇപ്പോൾ ഒരു പെൺകുട്ടിയാണ്, വിവാഹം കഴിച്ചു. അപ്പോൾ ആ കുട്ടിക്ക് ഒരിക്കലും ആ ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എപ്പോഴും ഭർത്താവ് ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളാണ് എങ്കിൽ ആ കുട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കണം. അതിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ആ ബന്ധത്തിൽ നിന്ന് വെളിയിൽ വരാൻ ശ്രമിക്കണം. ആ ബന്ധം വേണ്ടാന്ന് വെക്കണം. ചേർന്ന് പോകാൻ പറ്റുന്നതാണ് ചേർന്ന് പോകണം. ഒരു തരത്തിലും പറ്റത്തില്ലെങ്കിൽ അത് വേണ്ടാന്ന് വെച്ച് അതിനുള്ളൊരു ധൈര്യം കാണിക്കണം. കാരണം ഉചിതമായ സമയത്ത് ആ തീരുമാനം എടുക്കണം. അല്ലാതെ പിന്നെ വേണ്ടപ്പെട്ട അച്ഛനോടും അമ്മയോടും ഒക്കെ പറയുക. പക്ഷേ ഈ മറ്റുള്ളവർക്ക് ഈ കുട്ടിയുടെ അവസ്ഥ ചിലപ്പോൾ അതുപോലെ മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് ആ കുട്ടി തന്നെയാണ് ഉചിതമായ തീരുമാനം എടുക്കേണ്ടത്. അത് വേണ്ടെങ്കിൽ ഒരു തരത്തിലും പറ്റത്തില്ല, വേണ്ടാന്ന് തന്നെ തീരുമാനിച്ചാൽ അത് ആ ജീവിതത്തിൽ നിന്ന് വെളിയിൽ വരണം. പിന്നെ അയാളുടെ കീഴിൽ പോകുന്നത് അത് ആപത്കരമാണ്, അത് ഡേഞ്ചറാണ്. ഇനി ചേർന്ന് പോകാൻ പറ്റുന്നതാണെങ്കിൽ ചേർന്ന് പോവുക തന്നെ ചെയ്യുക പരമാവധി. അതൊക്കെ ഉചിതമായ തീരുമാനങ്ങൾ അവനവനെടുക്കണം. മറ്റുള്ളവർക്ക് തീരുമാനത്തിന് വിടരുത്. അപ്പോൾ അച്ഛനോ അമ്മയോ ബന്ധുക്കാരോ ഒക്കെ ആണെങ്കിലും അവർക്ക് നിങ്ങളുടെ അവസ്ഥ അറിയത്തില്ല. അപ്പം അവനവനെ അറിയത്തില്ല. അപ്പോൾ ചേർന്ന് പോകാൻ പറ്റുമെങ്കിൽ ചേർന്ന് പോകണം പരമാവധി. ഇല്ലെങ്കിൽ അതിൽ നിന്ന് ആ വിവാഹ ജീവിതത്തിൽ നിന്ന് വെളിയിൽ വന്ന് വേറെ വിവാഹത്തിന് ശ്രമിക്കണം. ആ വിവാഹ ബന്ധത്തിലെ അത് ഡൈവേഴ്സിലേക്ക് വന്നിട്ട് വേറെ ശ്രമിക്കണം. പിന്നെ ഒരാളുടെ കീഴിൽ പോകുന്നത് വളരെ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ പെൺകുട്ടികൾ അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളെ നമുക്കറിയാം. ഇത് ആണാണേലും പെണ്ണാണേലും പുരുഷനാണേലും ഇപ്പം ജീവിതം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉചിതമായ തീരുമാനം എടുക്കുക. പുരുഷനാണേലും സ്ത്രീ ആണേലും പിന്നെ പരമാവധി ചേർന്ന് പോകാൻ ശ്രമിക്കണം. കാരണം ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭാഗ്യമാണ്. അതുണ്ടാകുക എന്ന് ഈശ്വരൻ്റെ തന്നെ അനുഗ്രഹമാണ്. അതൊരിക്കലും അതില്ലാതാകാൻ എളുപ്പമാണ്. അതുകൊണ്ട് പരമാവധി ചേർന്ന് പോകാൻ ശ്രമിക്കുക. പറ്റത്തില്ലെങ്കിൽ ക്വിറ്റ് ചെയ്യുക. വേറെ ഒന്നുമില്ല. അവിടെ സെക്കൻഡ് ഓപ്ഷനൊന്നുമില്ല. ഉചിതമായ സമയത്ത് ക്വിറ്റ് ചെയ്യണം. അത് അച്ഛനും അമ്മയോടൊന്നും ചോദിക്കേണ്ട. നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കേ അറിയത്തുള്ളൂ. നിങ്ങൾ ആ ഉചിതമായ സമയത്ത് തീരുമാനം എടുക്കണം. അതൊരു ദൈവാനുഗ്രഹമാണ് അങ്ങനെ ഉചിതമായ സമയത്ത് തീരുമാനം എടുക്കുക കേട്ടോ. അത് നമ്മളൊരു തീരുമാനം റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എന്നുള്ളത് ഈശ്വരാധീനം. അതിനുവേണ്ടിയൊക്കെയാണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നത്. അത് ശരിയായിട്ട് വിളിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയാം. ഒരു മന്ത്രം തന്നെ നമ്മൾ പലതവണ ആവർത്തിക്കുമ്പോൾ നമുക്ക് ആ മന്ത്രത്തിൽ നിന്ന് ആരും പറഞ്ഞു തരാത്തൊരു അറിവ് കിട്ടും. ശ്രദ്ധിച്ച് കേട്ടോളാം. ഈ രഹസ്യം വേറെ ആരും പറഞ്ഞു തരത്തില്ല. ഒരു മന്ത്രം നമ്മൾ പലതവണ ആത്മാർത്ഥമായിട്ട് ആവർത്തിക്കുമ്പോൾ ആ മന്ത്രത്തിൽ നിന്ന് മറ്റാരും പറഞ്ഞു തരാത്ത ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടും. ആ അറിവിന് നിങ്ങളുടെ ജീവിതം മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഒരു മന്ത്രമായിക്കോട്ടെ അത് പലതവണ ആവർത്തിക്കണം. അപ്പോൾ ആ മന്ത്രത്തിൽ നിന്ന് ആർക്കും പറഞ്ഞു തരാൻ പറ്റാത്തൊരു അറിവ് നിങ്ങൾക്ക് കിട്ടും.
നിങ്ങൾ ആവർത്തിക്കുമ്പോൾ, ആ മന്ത്രത്തിലേക്ക് നിങ്ങൾ ആഴത്തിൽ മനസ്സുകൊണ്ട് ചെല്ലുമ്പോൾ, പലതവണ ആവർത്തിക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അത് ഗുണം ചെയ്യും. അതൊരു രഹസ്യമാണ്, മനസ്സിലാക്കിയിരിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും സത്യസന്ധനാകുക. മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ല, നമ്മൾ അവനവനോട് തന്നെ സത്യസന്ധനാകുക. നമ്മൾ ഒരാളെ കണ്ട് ചിരിച്ചാൽ പോലും സത്യസന്ധമായിട്ട് ചിരിക്കുക. ഒരു അഭിപ്രായം പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയുക. കരഞ്ഞാലും സത്യസന്ധമായിട്ട് കരയുക. എല്ലാം സത്യസന്ധമായിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവർക്ക് ഈശ്വരൻ ഒരു അനുഭവമായിട്ട് വരും. ഈശ്വരനെ അറിയാൻ പറ്റും. ഈശ്വരൻ വഴി കാട്ടും. ഈശ്വരൻ വെളിച്ചമായി, ഈശ്വരൻ വഴി കാട്ടും. നമ്മൾ ഒരു മാസം ഒന്ന് സത്യസന്ധരായിട്ട് ഇരിക്കാൻ ശ്രമിച്ചു നോക്കി. അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും സത്യത്തിൻ്റെ ശക്തി. വീട്ടിൽ ഭട്ടതിരിപ്പാട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പുസ്തകത്തിൽ ഉള്ളൊരു ഇതുണ്ട്. വീട്ടിൽ ഭട്ടതിരിപ്പാട് പറഞ്ഞ ഒരു വാചകമുണ്ട്, സത്യം ചെക്ക് ബുക്കിനേക്കാൾ ഉപകരിക്കുക എന്നുള്ളത്. പക്ഷെ ഞാൻ ഈ പ്രാണായാമ, യോഗ, ശിവയോഗ അതിലേക്കൊക്കെ വന്നപ്പോഴേ എനിക്കത് മനസ്സിലായത്. അതുവരെ എനിക്ക് അറിയത്തില്ലായിരുന്നു സത്യത്തിൻ്റെ ശക്തി. നമ്മൾ ആരെയും ബോധിപ്പിക്കാനല്ല, സ്വയം സത്യസന്ധനാകുക. അപാരമായ ശക്തിയാണ് സത്യത്തിന്. ഈ സന്യാസിമാരും യോഗിമാരും ഋഷീശ്വരന്മാരും ഈശ്വരനെ അറിഞ്ഞവരെല്ലാം ഒരു സ്വയം സത്യസന്ധനായതുകൊണ്ടാണ്. അവരാരെയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല, ആരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല, ആരുടെയും പുകഴ്ത്തലിന് വേണ്ടിയല്ല. സ്വയം സത്യസന്ധനായവരെല്ലാം ഈശ്വരനെ അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ എല്ലാ കാര്യത്തിലും സത്യസന്ധനായിട്ട് പ്രവർത്തിക്കുക. നമുക്ക് അപാരമായ ഒരു ഈശ്വരാനുഗ്രഹം ഉള്ളിലുണ്ടായി വരും. നിങ്ങൾ ചെയ്തു നോക്കുക. സ്വാമി രാമയുടെ ഹിമാലയൻ ഗുരുക്കളോടൊപ്പം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഞാൻ ഒരിക്കലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകം പറ്റുവാണെങ്കിൽ അത് വായിക്കണം. സ്വാമി രാമയുടെ ഹിമാലയൻ ഗുരുക്കളോടൊപ്പം എന്നാണെന്ന് അതിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അത് സത്യസന്ധമായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. സ്വാമി രാമ എന്ന് പറഞ്ഞാൽ ഒരു മഹാസന്യാസിയാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അത് പറയുന്നുണ്ട്, സത്യത്തിൻ്റെ വിലയും. നിങ്ങൾക്ക് ആ പുസ്തകം വായിച്ചാൽ അത് മനസ്സിലാവും. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സത്യസന്ധമായിട്ടത് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ നമ്മുടെ ജീവിതം മാറ്റുന്ന പുസ്തകങ്ങളായിരിക്കണം, സത്യസന്ധമായ പുസ്തകങ്ങളായിരിക്കണം. പറഞ്ഞാൽ മനസ്സിലായി. ഭാവനയൊന്നും നമുക്ക് വേണ്ട, സത്യസന്ധമായ കാര്യങ്ങൾ മതി. ഭാവന കൊണ്ട് ഓരോരുത്തർ അത് ഇത് എഴുതി വെക്കുന്ന അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ട സത്യസന്ധമായ കാര്യങ്ങളാണ്. സ്വാമി രാമയുടെ ഹിമാലയൻ ഗുരുക്കളോടൊപ്പം എന്ന പുസ്തകത്തിനകത്ത് ഒരു സന്യാസിയെ സത്യസന്ധമായിട്ട് എഴുതിയിരിക്കുക. അയാളുടെ ജീവിതം എത്ര മനോഹരമാണെന്നറിയാം. പറ്റുവാണെങ്കിൽ വാങ്ങിച്ചു നോക്കുക, അത് മനസ്സിലാക്കുക. എന്നാലും ആരും അത് വായിച്ചിട്ട് ഹിമാലയത്തിലോട്ടൊന്നും പോകുകയോ അത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിൻ്റെ അകത്ത് നല്ല കാര്യങ്ങൾ, ഒരു വ്യക്തി എങ്ങനെ സത്യസന്ധനാകണം, ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മാത്രം നമ്മൾ പഠിക്കുക. നമ്മുടെ ജീവിതത്തിൽ ആ നന്മ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തൊഴിലിലൊക്കെ ആ സത്യം, ആ നന്മകൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. നന്നായിരിക്കും. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ തൊഴിലൊരു ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി എന്താണ് കൂടുതൽ ചെയ്യേണ്ടത്? മുരുകന് മലയാള മാസം ആദ്യ ചൊവ്വാഴ്ച പഞ്ചാമൃത അഭിഷേകം ചെയ്യുന്ന നല്ലതാണ്. ഒരു 3 മാസത്തിൽ 1 വീതം ചെയ്യുന്ന നല്ലതാണ്. അവനവൻ്റെ ആവശ്യം പോലെ ചെയ്യുക. അത് ചിലപ്പം ചെയ്താൽ നമുക്കത് വിശ്വാസവും കൂടെ വേണം. ഇതിന് നല്ല ശക്തിയുള്ള ക്ഷേത്രമായിരിക്കണം, നല്ലൊരു തിരുമേനിയായിരിക്കണം. അപ്പോഴാണ് ഫലം കിട്ടും. നമ്മുടെ പ്രാർത്ഥനയും കൂടെ അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ വേണം. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഫലം ലഭിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ല ചിലത് ഫലം കിട്ടണമെന്നില്ല, പക്ഷെ ചെയ്തവർക്ക് പലർക്കും ഫലം കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫലം കിട്ടാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. സൗകര്യം പോലെ അത് ചെയ്യുക. പിന്നെ ഈ സാധിക്കുമെങ്കിൽ ദിവസവും രാവിലെ വീട്ടിൽ വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് ചാണകവെള്ളം തളിക്കുന്നത് നല്ലതാണ്. പച്ചച്ചാണകമില്ലേ, ഉണക്കച്ചാണകമാണെങ്കിലും വാങ്ങിച്ച് വെള്ളത്തിൽ ചാലിച്ച് അല്പം മതി. ആ ചാണകം തളിക്കുമ്പോൾ സർവ്വമംഗളമംഗല്യെ ജപിച്ചിട്ട് ഗോവിന്ദ ഗോവിന്ദ എന്നൂടെ വിളിക്കുന്നത് നല്ലതാണ്. അത് നിങ്ങൾ സൗകര്യം പോലെ ചെയ്യുക. വളരെ ഐശ്വര്യം ഉണ്ടാകും പെട്ടെന്ന് ജീവിതത്തിൽ. ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവും. ഒരിക്കലേ ഒരു ഗുരുവിനോടൊരു ശിഷ്യൻ ചോദിച്ചു, പലരുടെ ജീവിതത്തിൽ എപ്പോഴും പരാജയങ്ങൾ ആവർത്തിക്കുന്നു, അതിൻ്റെ കാര്യം എന്താണ്? അപ്പോഴാ ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ജീവിതമാകുന്ന പരീക്ഷയിൽ, ജീവിതത്തെ ഒരു പരീക്ഷയായിട്ട് ഉപമിച്ചാൽ, ജീവിതമാകുന്ന പരീക്ഷയിൽ പലർക്കും കിട്ടുന്നത് ചോദ്യപേപ്പറുകൾ വ്യത്യസ്തമാണ്. ഇപ്പം എനിക്ക് കിട്ടുന്ന ഒരു ചോദ്യപേപ്പറല്ല വേറൊരാൾക്ക് കിട്ടുന്നത്. ജീവിതത്തെ ഒരു പരീക്ഷയായിട്ട് നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെ പരീക്ഷയായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും കിട്ടുന്ന വ്യത്യസ്തമായ ചോദ്യങ്ങളാണ്. പക്ഷേ പലരും ചെയ്യുന്നത്
മറ്റുള്ളവരുടെ ഉത്തരം കോപ്പി അടിച്ച് എല്ലാത്തിനും ഒരേ ഉത്തരങ്ങളാണ് എഴുതി വെക്കുക. അതുകൊണ്ടാണ് ജീവിതത്തിൽ എപ്പോഴും പരാജയങ്ങൾ ഉണ്ടാകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മറ്റുള്ളവരെ അനുകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ നല്ല കാര്യം അനുകരിക്കുന്നത് തെറ്റില്ല, പക്ഷെ അന്ധമായി അനുകരിക്കാൻ പോകരുത്. നമ്മളുടെ കഴിവുകൾ മനസ്സിലാക്കുക, കഴിവുകേടുകൾ മനസ്സിലാക്കുക. അത് വെച്ച് നമുക്ക് എത്രമാത്രം ഉയരാമോ അത്ര ഉയരാൻ ശ്രമിക്കുക. ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ സ്വയം മനസ്സിലാക്കുകയും സ്വയം നമ്മൾ മെച്ചപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം മാറത്തുള്ളൂ. മറ്റുള്ളവരെ അനുകരിച്ചാൽ ഒരിക്കലും ജീവിതം മാറത്തുള്ളൂ. സ്വയം നമ്മളെ കഴിവുകളെയും കഴിവുകേടുകളെയും മനസ്സിലാക്കി നമ്മളെ കഴിവുകേടുകളെ നമ്മൾ പോരായ്മകളെ തിരുത്തി നമ്മുടെ കഴിവുകളെ മെച്ചപ്പെടുത്തുമ്പോൾ മാത്രമേ ജീവിതം മാറത്തുള്ളൂ. കാരണം ഓരോരുത്തരും വ്യത്യസ്തമാണ്. ഈശ്വരൻ എല്ലാവർക്കും കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ അനുകരിക്കാൻ പോകാതെ, നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കുന്നത് തെറ്റില്ല, പക്ഷെ അന്ധമായിട്ട് അനുകരിക്കാൻ പോകരുത്. നമുക്കെന്ത് കഴിവാണ് ഉള്ളത് അത് നമ്മൾ മനസ്സിലാക്കുക. നമുക്കെന്ത് കഴിവുകേടാണ് ഉള്ളത് അത് പരിഹരിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ വലിയ മാറ്റം വരും. നമുക്ക് നമ്മളുടേതായ ഒരു വിജയങ്ങൾ ഏത് കാര്യത്തിലും ഉണ്ടാക്കാൻ പറ്റും. ഇത് ഒരു വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പലരോടും ചോദിച്ചാൽ കുട്ടികൾ, എൻ്റെ കൂട്ടുകാരൻ ആ കോഴ്സ് പഠിച്ചുകൊണ്ട് ഞാനും ആ കോഴ്സ് പഠിച്ചു എന്നൊക്കെയാണ് പല കുട്ടികളും പറയുന്നത്. അങ്ങനെയല്ല. നിങ്ങൾ കൂട്ടുകാരൻ പഠിക്കുന്ന കോഴ്സ് പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ നിങ്ങൾക്കതിന് കഴിവുണ്ടോ, നിങ്ങൾക്കതിന് താല്പര്യമുണ്ടോ, അല്ലെ നിങ്ങൾക്ക് താല്പര്യമുള്ള, അല്ലെ നിങ്ങൾക്ക് കഴിവുള്ള ഏത് മേഖലയാണ് അത് തിരഞ്ഞെടുത്ത് നിങ്ങളത് ചെയ്യുമ്പോഴേ നിങ്ങളുടെ കഴിവിൻ്റെ ഏറ്റവും ടോപ്പിലെത്തത്തുള്ളൂ. ഇടയ്ക്ക് തൊണ്ടയ്ക്ക് വിൽക്കുന്നുണ്ട്, വെള്ളം കുടിക്കാത്തതുകൊണ്ടാണ്, കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നതുകൊണ്ടാണ്. അപ്പം അപ്പോഴേ നിങ്ങളുടെ ഏറ്റവും ടോപ്പിലെത്തത്തുള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ള അറിവുകളും എല്ലാം അതും ഈശ്വരനാണ് കേട്ടോ. നല്ല കാര്യങ്ങൾ എല്ലാം ഈശ്വരനാണ്. നല്ല അറിവുകളും ഈശ്വരനാണ്. അതിന് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ പറ്റും. അല്ലാതെ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യുന്ന മാത്രമല്ല, നല്ല കാര്യങ്ങൾ കേൾക്കുകയും നല്ല കാര്യങ്ങൾ അറിയുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതും ഈശ്വരൻ തന്നെയാണ്. അതും ഈശ്വരനോടുള്ള പ്രാർത്ഥന തന്നെയാണ് കേട്ടോ. പിന്നെ ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളതോടൊപ്പം ചെയ്യുകയും കൂടെ ചെയ്യുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.